സുന്ദര മാർത്തോമ ഇടവകയുടെ പേരിലുള്ളതാണ് അനുസ്വരം ഈ സമയത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദൈവമിത്രാദികളെയും very loving guy, a very caring guy. I was very lucky to have him as a friend, along with other thousands and thousands of people that he met. He loved each and every person. He cared for each and every person. And everything that he did, he always gave glory to God. That's one of his greatest passions to have. He always, whenever you see him, he always has a smile on his face. Whenever you see him, he's always with his guitar, playing the guitar for the choir, for praise and worship. It doesn't matter. He always gave glory to God. Auntie and uncle, the son that you have, he's with the Heavenly Father right now, and he's singing with the angels right now. He's singing with the choir right now. He's playing guitar for them right now. His work on this earth is done, but in heaven he has much more things that God has planned for him. As a part of the Dallas area, I just wanted to express our deepest condolences to your family. So I don't know Patrick too well, but from the few times that I've met him, I know that he has a great passion to serve, and that's what he was doing when he had the accident. And he would go and serve no matter how big or how small the action or mission might be. He would go and serve, and he would never say no. He would go and help any single person. He would always have a smile on his face. He would never say no to any small thing. He would always agree. And I couldn't ask for a better leader, a better brother to the Dallas area youth than he was. വചനത്താൽ നിങ്ങളോട് പറയുന്നു, കർത്താവ് താൻ ഗംഭീര നാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയൊക്കെയും വീണ്ടും കാണാനുള്ള പ്രത്യാശയോടുണ്ട്. വൈദ്യരെ ഞങ്ങൾ വരുന്നുണ്ട്, നീ മുൻപേ പോയി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്, നിന്നെ മുഖാമുഖമായി കാണാനുള്ള പ്രത്യാശ പ്രിയപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കണം. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഓരോ ദിവസം കഴിയുന്നതോറും ഞാൻ നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ അരുമനാഥന്റെ കാരണം അവന്റെ വരവിൽ നമുക്കൊരു പുതിയ ശരീരത്തോടുകൂടെ എന്നേക്കുമായിട്ടുള്ള യുഗായുഗമുള്ള ആ വലിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവൻ പാകൃതരിക്കുകയാണ്. അതുകൊണ്ട് അവൻ വീണ്ടും വരും. അവന്റെ കാവളത്തിന്റെ ശബ്ദം കേൾക്കാനായി നമുക്ക് അവന്റെ പ്രത്യാശയായി പോരുക. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസനകളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ നിങ്ങൾ വിളിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എന്നെ ചേർത്തുള്ളൂ. സ്നേഹവാനായ കർത്താവേ, നിന്റെ വിലയേറിയ വചനമല്ലാതെ, നിന്റെ വിലയേറിയ വാഗ്ദാനമല്ലാതെ, നിന്റെ ഉയർത്തുന്നതല്ലാതെ ഞാൻ പ്രത്യാശിക്കുന്ന ലോകത്തിലൊന്നും തന്നെയില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഈ ശബ്ദം ശ്രമിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഇന്നലെ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. എന്നാൽ നിന്റെ നിത്യത ഇവിടെ ചെലവഴിക്കും. ഒരു വലിയ ചോദ്യത്തോടെ ഇവിടെ കടന്നുകൊണ്ടിടയാകണമേ. ഈ പൈതൽ ഞങ്ങളെ വിട്ട് കിടന്നു പോയി. പൈതൽ ഞങ്ങളോട് പറയുകയാണ്, ഞാൻ എന്റെ സ്വർഗത്തിലെ അപ്പത്തിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാവരുമേ, ഞാൻ പോയ സ്ഥാനത്തേക്ക് നിങ്ങൾ വരണമെന്നുള്ള പ്രത്യാശയോടുകൂടെ കർത്താവെ വീണ്ടും കാണാനുള്ള പ്രത്യാശയോട് യാത്രയെ പറഞ്ഞിടയാകണമേ. പൈതൽ കൊടുത്ത നല്ല ജീവിതത്തിനായി സ്തോത്രം. മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, പ്രിയപ്പെട്ടവർക്കായി എല്ലാവർക്കായും സ്തോത്രം. കർത്താവെ അവരെ ആശ്വസിപ്പിക്കണമേ. ഇവിടെ കണ്ണുനീരൊക്കെ അവർ കുറിച്ച് കളയണമേ. തുടർന്നുള്ള ശുശ്രൂഷയിൽ നിന്നൊക്കെ പറയണമേ. ഒരു ദൈവത്തോട് ഞാൻ അനുകൂലമായി തന്നിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ വരണമേ. പെരുന്നാളൂർ ആശ്രമത്തിന്റെ മർക്കമാസ്റ്റർ അവിടുത്തെ പ്രവർത്തിക്കുന്ന ശ്രീ പി സി എബ്രഹാമാണ് ഇപ്പോൾ അനുസരിക്കുന്നത്. അതുപോലെ തന്നെ പാട്രിക്കിന്റെ വളരെ വിലപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷകളെ ഏറ്റുവാങ്ങി എൻ്റെ മകളെ ഹോസ്പിറ്റലുണ്ട്. മോളെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു അവർ പ്രതികരിച്ചുകൊണ്ട് തരാനും വാക്കുകൾ പറയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ച് ലോകത്തിലാർപ്പിച്ചിരിക്കുന്നു.
നമ്മുടെ വേലയുടെ തികയെങ്കിൽ ദൈവം അവിടുത്തെ മഹത്വ സന്നിധിയിലേക്ക് നമ്മളെ വിളിച്ചു കയറും. 4 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഓസ്റ്റിനിലെ ഒരു VBS നടത്തുന്നതിനായിട്ട് ആറ്റിക്ക് അവിടെ വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ കടുകുടിയായിരുന്നു പാറ്റി. അന്ന് പെരുമ്പാവൂരോ ഈ ബന്ധമോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് സാറിനോട് പറഞ്ഞപ്പോഴാണ് സാറിൻ്റെ ബ്രദറിൻ്റെ മകനാണ് ഇത് അറിയുന്നത്, ഞങ്ങൾ അറിയുന്നത്. പിന്നീട് രണ്ടാമതായി ഞങ്ങൾ ചെന്നപ്പോൾ അമേരിക്കയിൽ അവിടെ വെച്ച് വീണ്ടും VBS നടത്താനായിട്ട് അവിടെ വന്നു. വീട്ടിൽ താമസിച്ചു. ആക്സിഡന്റ് നടന്ന് ഏതാനും മണിക്കൂറുകൾക്കകം മോള് വിളിച്ച് പറഞ്ഞു, പാറ്റിക്ക് ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ ചിലൊരു കാര്യം ചെയ്യണം, ലാസറിനെ, മരിച്ച ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിച്ച ആ കർത്താവ് പാറ്റിനെ ഉയർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു. മോളെ, ദൈവം പാറ്റിനെ ഉയർപ്പിക്കും, പക്ഷേ എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വളരെ വിലപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷകളെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പും VBS നടത്താനായിട്ട് എൻ്റെ ഒരു മകള് കാനഡയിലുണ്ട്. അവരുടെ 2 കുഞ്ഞുങ്ങൾ വന്നു. കാനഡയിലുള്ള മോള് വിളിച്ചു അതുപോലെ തന്നെ പറഞ്ഞു, പാറ്റിക്കിൻ്റെ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിലും സങ്കടവും നിരത്തിരിയാതിരുന്ന സന്ദർഭത്തിൽ ദൈവസന്നിധിയിലേക്ക് ദൈവം എൻ്റെ മകനെ വിളിച്ചു ചേർത്തു. വളരെയേറെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ആലോചിച്ച സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ വന്ന ഒരു ചിന്ത, 40, 50, 60, 70 വയസ്സുകൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു വലിയ മഹത്തായിട്ടുള്ള ശുശ്രൂഷ ഈ ചുരുങ്ങിയ കാലയളവിൽ പാറ്റിക്ക് അമേരിക്കയിൽ ചെയ്തു കഴിഞ്ഞു. ആ വേലയുടെ തികവെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ മകനെ വിളിച്ചു ചേർത്തു. ആ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കണ്ണുണ്ടായി. എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ട്. കസിൻ്റെ ബ്രദറ് ഡാലസിലുണ്ട്. ആ കസിൻ്റെ മകന് എന്തോ ഒരു സംശയമുണ്ട്. 9:30 മണിയായിട്ട് പാറ്റിക്കിനെ വിളിച്ചു. പാറ്റിക് മറുപടി പറഞ്ഞു, മമ്മിയോട് പപ്പയോട് ചോദിച്ചു നോക്കി, ഞാൻ വന്നിട്ട് സംശയം തീർക്കാൻ വരട്ടെ. രാത്രി ചെന്നിട്ട് 3:30 മണിയും. ഇതൊരു സംഭവമല്ല. കുഞ്ഞുങ്ങളുടെ സംശയം തീർത്ത് അവരുടെ ആത്മീയ അനുഭവങ്ങൾക്ക് വേണ്ടി അവരെ ഉത്സുകരാക്കുന്നതിന് അങ്ങേയറ്റം ശ്രമിച്ചു. തനിക്ക് ലഭിച്ചതായിട്ടുള്ള തൻ്റെ സമ്പാദ്യം, തൻ്റെ ആയുസ്, തൻ്റെ വിലപ്പെട്ടതായിട്ടുള്ള കഴിവുകളെല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. എന്തുകൊണ്ട് ദൈവം പാട്രിക്കിനെ ഈ സമയത്ത് തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് വിളിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം വന്നിരിക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ മനസ്സിൽ വന്നത്, അനേക പാട്രിക്മാരെ അമേരിക്കയുടെ മണ്ണിലാക്കിയിട്ടാകുന്നു വിലപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷ അവസാനിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നു. പാട്രിക്കിൻ്റെ ഫാദറിൻ്റെ ബ്രദർ പെരുമ്പാവൂർ കോളേജിൽ പഠിപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച പെരുമ്പാവൂരുടെ കയ്യിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വിലപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷകൾ ദാസനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകല വചനങ്ങൾ പ്രമാണിച്ചുകൊണ്ട് സകല സാധനങ്ങളെ ശിഷ്യരാക്കിക്കൊള്ളു. ആ ഒരു വലിയ ഉത്തരവാദിത്വത്തിനായിട്ടാകുന്നു നമ്മെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് സഭ അതിനായിട്ട് വിളിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടതാകുന്നു. ആ വലിയ ശുശ്രൂഷ അമേരിക്കയുടെ ആർക്കൻസാസിന്റെ ഉള്ളറകളിലേക്ക് കടന്നുപോയി പ്രവർത്തിക്കാനും എൻ്റെ മകൻ അവിടെ പോകും. അവിടെ വെച്ചത് അവസാനിച്ചെങ്കിലും ഇത് അവസാനിക്കുകയല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. അനേക മഹത്തരമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളെ വാർത്തെടുക്കുന്ന വലിയ പ്രക്രിയ നിർവഹിച്ച ശേഷമാണ് എൻ്റെ മകൻ കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് പെരുമ്പാവൂർ ഇടവകയുടെ അനുശോചനം സംതൃപ്ത കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അമേരിക്കയിലും കാനഡയിലുള്ള കുഞ്ഞുങ്ങളുടെ ആ കണ്ണുനീരും വേദനയും അവരുടെ ഭാരവും നിങ്ങൾ ഓർക്കുകയും അവരുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്യും. നമ്മുടെ ഓട്ടം അവസാനിക്കുന്നതല്ല. ഒരു സഭസം പറയുന്ന പോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഒരു വലിയ കിരീടം വെച്ചിരിക്കുന്നു. ആ കിരീടം പ്രാപിക്കാനായിട്ട് എൻ്റെ മകൻ കടന്നുപോയിരിക്കുന്നു. ആ മഹത്തരമായിട്ടുള്ള ശുശ്രൂഷ, അതിനേക്കാൾ വലിയ ശുശ്രൂഷ പാലിക്കണം. നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പെരുമ്പാവൂരുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും അനുശോചനം അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ പ്രതികരിച്ചാണ് ഞാനുള്ളത്. കുടുംബയോഗത്തിൻ്റെ അനുശോചനങ്ങൾ അറിയിക്കുവാനും
റീത്ത് സമർപ്പിക്കുവാനും ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ട പങ്കജിനെയും ജേശിക്കും കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും തീരാദുഃഖത്തിലേക്ക് വലിച്ചിരിച്ച ഒരു സന്ദർഭമാണ് എൻ്റെ ഏക മകൻ്റെ നിര്യാണത്തിലുണ്ടായിരിക്കുന്നത്. ഈ വിവരം അറിയുമ്പോൾ തന്നെ ഒരു ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും അത് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളായ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത സങ്കടവും പ്രയാസവും ഉണ്ടായി എന്ന് ഈ സമയത്ത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതം തിരുസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടതായിട്ടുള്ള ഈ സമയത്ത് മറ്റാർക്കും അതിനെ തടയുവാനോ അതിനെ എതിർക്കുവാനോ സാധിക്കുകയില്ല. മനുഷ്യൻ ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം. ആ തത്വമാണ് നമ്മെ ഓരോരുത്തരെയും നിലനിർത്തുവാനായിട്ട് ഉള്ളത്. പ്രിയ മകന്റെ വേർപാടിൽ അതിഥിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുടുംബ യോഗത്തിൻ്റെ വകയായിട്ടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്യും. നാം സാധാരണ പറയാറുണ്ട്, ഒരു വൃക്ഷത്തെ ഫലത്താൽ അറിയാം. നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് മാതാപിതാക്കന്മാരുടെയും പ്രിയപ്പെട്ടവരുടെയും ഒന്നും ശ്രദ്ധ ലഭിക്കാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ചും യുവപ്രായത്തിലാകുമ്പോൾ ചെറുപ്പത്തിൽ മാതാപിതാക്കന്മാർ വെളിയിൽ പോകണം, ആരോഗ്യം സംബന്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ആത്മീയ കാര്യങ്ങളിൽ പലപ്പോഴും വിമുഖത കാട്ടുന്നവർ, മറന്നുപോകുന്നവർ, ദൈവത്തെ മറന്നുപോകുന്നവർ. പാട്രിക്കിനെ ഞാൻ പരിചയപ്പെടുന്ന ഡാലസിലെ ഇന്നത്തെ യൂത്ത് ചാപ്റ്ററായിരുന്ന ജേസനത്തിൽപ്പെടുകയാണ്. സാർ ഓർപ്പിച്ചതുപോലെ ഓസ്റ്റിനിൽ EBS സംബന്ധമായിട്ട് നല്ല ലീഡേഴ്സിനെ വേണമെന്ന് ജേസനത്തിനോട് ഞാൻ പറഞ്ഞു. അച്ഛൻ നമ്മുടെ ഒരു ലീഡർ പാട്രിക്കായിരുന്നു. കഴിഞ്ഞ അനേക വർഷം പാട്രിക് വളരെ അനുഗ്രഹമായ രീതിയിൽ BS ഡാലസിലും ഓസ്റ്റിനിലും മറ്റിടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസം മുമ്പാണ് ഞാൻ പാട്രിക്കുമായി അവസാനമായി സംസാരിച്ചത്. അത് ബെന്നർ പാരിഷ്, അവിടെ ഈ വർഷത്തെ VBS നടത്താനായിട്ട് ഞാൻ പാട്രിക്കിനോട് അഭ്യർത്ഥിച്ചു. പറഞ്ഞു വെച്ചാൽ ഞാൻ എൻ്റെ ഓഫീസിൽ ചോദിച്ചിട്ട് ഇവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് അറിയിക്കാമെന്ന് പറഞ്ഞു. ജൂൺ ലാസ്റ്റ് വീക്കിൽ അവസാന ആഴ്ച VBS നടത്താനുള്ള ക്രമീകരണങ്ങൾ പാട്രിക്കിൻ്റെ നേതൃത്വത്തിൽ VBS നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരും എന്നിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വേർപാടുണ്ടായത്. നേരത്തെ ഇവിടെ ഡാലസിൽ നിന്നുള്ള അങ്ങോട്ട് പ്രസരിച്ചതുപോലെ അമേരിക്കയുടെ പ്രദേശത്ത്, പ്രത്യേകിച്ചും സൗത്തിൽ അനേക യുവതിയുവാക്കന്മാർക്ക് നല്ലൊരു മാതൃകയായി, പ്രേരണാശക്തിയായി, യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിച്ച ഒരു യുവാവാണ് പാട്രിക്. ഈ വാർത്ത പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർക്ക് ഈ വേർപാട് നമുക്കെല്ലാവർക്കും താങ്ങാൻ വാർത്ത നൽകുക. എന്നാൽ വളരെ ധന്യമായിട്ട് 26 വയസ്സ് പറയുമ്പോൾ ആയുസ്സതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ വിനിയോഗിച്ചായിട്ടുള്ള, പ്രയോജനപ്പെടുത്തിയ, ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു യോസനേക്ക്
പാട്രിക്കിൻ്റെ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദിവസത്തിൽ വീണ്ടും കാണാം. ദൈവമനുഗ്രഹിക്കുന്നതായിട്ടുള്ള പാഠാർത്ഥങ്ങളിൽ അവകാശമായി തീരാനായിട്ട് പാട്രിക്കിനെ വിളിച്ച് ബന്ധത്തിലിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള അനേക യുവജനങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങൾക്ക് ദൈവാശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പാർട്ടിയുടെ മാതാപിതാക്കളുടെ ജീവിക്കുന്നതായ എല്ലാ കുട്ടികളും വളരെ ദുഃഖത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2009 മുതൽ 2012 വരെയുള്ളതായ 3 വർഷക്കാലം പാർട്ടിക്കിൻ്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞ വർഷമാണ് അവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി നാട്ടിലേക്ക് വന്നത്. ഞാനവിടെ ആയിരുന്ന 3 വർഷക്കാലം എന്നോട് ചേർന്ന് പള്ളിയിൽ വളരെ സജീവമായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട പാർട്ടിക്കാണ് ഇവിടെ ഇങ്ങനെ അയക്കുന്നത് എന്ന് കാണുമ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. വളരെ ദുഃഖമുണ്ട്, വേദനയുണ്ട്. പാർട്ടിക്കിനെ പറ്റി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല. വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമല്ലായിരുന്നു പാർട്ടിക്കിൻ്റേത്. പാർട്ടിക്കില്ലാത്ത പള്ളിയിലെ പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പാർട്ടിക്കിനെ എപ്പോഴും കയ്യിലൊരു ഗിറ്റാറുമായിട്ടാണ് കാണുന്നത്. യൂത്ത് മീറ്റിങ്ങുകൾക്ക്, സൺഡേ സ്കൂളുകൾക്ക് എല്ലാം നേതൃത്വം നൽകുന്ന എൻ്റെ ഹെഡ്മാസ്റ്ററായി BBSൻ്റെ ലീഡറായിട്ട് അങ്ങനെ പള്ളിയിലെ കുട്ടികളും യൂത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം പ്രോഗ്രാംസ് ഉണ്ടോ അതിനെല്ലാം നേതൃത്വം നൽകുന്ന വ്യക്തിയായിരുന്നു പാട്രിക്. ഞങ്ങളുടെ പേറിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഇടവകയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു. പാട്രിക്കിൻ്റെ പപ്പായുടെ സഹോദരി പ്രിയപ്പെട്ട സൂസനാൻ്റിയും സണ്ണിയങ്ങളും ഡാളസ് ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഫാമിലിയാണ്. അവരോട് ചേർന്ന് ഡാളസിൽ പാട്രിക്കും വരുവാനും അവിടെ താമസിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ദൈവം അവസരം കൊടുത്തു. ഞങ്ങളവിടെ ആയിരിക്കുമ്പോൾ പാട്രിക്കിൻ്റെ മാതാപിതാക്കൾ ഒരു പ്രാവശ്യം അവിടെ വന്ന് ഞങ്ങൾക്ക് കാണുവാനായിട്ട് അവസരം ലഭിച്ചു. ഡാളസ് ഇടവകയെ സംബന്ധിച്ച് മാത്രമല്ല, ഡാളസ് പ്രദേശത്തെ സംബന്ധിച്ചും നോർത്ത് അമേരിക്ക ഭദ്രാസനത്തെ സംബന്ധിച്ചും നമ്മുടെ സഭയെ സംബന്ധിച്ചും ഡാളസ് ഒരു പ്രിയപ്പെട്ട പാട്രിക് ഒരു മുതൽക്കൂട്ടായിരുന്നു. പാട്രിക്കിൻ്റെ വേർപാട് ഈ ഏക മകനായിരിക്കുന്നതായ ഈ അച്ഛനമ്മ ഈ മാതാപിതാക്കൾക്ക് പാട്രിക്കിൻ്റെ വേർപാട് എത്രമാത്രം ദുഃഖകരമാണോ അതുപോലെ തന്നെ ദുഃഖകരമായ ഒരു അനുഭവമാണ് നമ്മുടെ നോർത്ത് അമേരിക്ക ഭദ്രാസനത്തിനും സഭയ്ക്കും പ്രത്യേകിച്ചും ഡാളസിലുള്ളതായ സഭയ്ക്കൊക്കെയും എന്നുള്ളത് പറയാതിരിക്കാൻ നിർത്തിയില്ല. വളരെ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ അനേക ചെറുപ്പക്കാർക്ക് ഡാളസിലുള്ള എല്ലാ യുവജനങ്ങൾക്കും ഒരു മാതൃകയായിരുന്നു ഈ പാട്രിക്. എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതൃകയാക്കാൻ കഴിയുന്ന, എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ഇൻസ്പിറേഷൻ കൊടുക്കുന്നതായ, ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ കൊടുക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു പാട്രിക്. പാട്രിക്കിൻ്റെ വേർപാട് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അടുത്ത നിമിഷം അതൊരു വലിയ ഷോക്കായിരുന്നു. അതുകൊണ്ട് ഉൾക്കൊള്ളുവാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. കടന്നുപോയി, വിട്ടുപോയി എന്ന് കൊണ്ട് വിശ്വസിക്കാൻ എപ്പോഴും മനസ്സിന് സാധിക്കുന്നില്ല. പാട്രിക്കിൻ്റെ എപ്പോഴുമുള്ള പുഞ്ചിരിയും ആ ഗിറ്റാറുമായിട്ടുള്ള നടപ്പും എപ്പോഴും എൻ്റെ മുമ്പിൽ ഉള്ളതുപോലെ ഞാൻ ഓർക്കുകയാണ്. സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന മാലാഖമാർ, ദൈവത്തിന് പാട്ട് പാടുന്ന മാലാഖമാർ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ഗായക സംഘത്തിനോടൊപ്പം തൻ്റെ ഗിറ്റാറുമായി ദൈവത്തിന് പാട്ട് പാടുന്ന പാട്രിക് അവിടെ ഉണ്ടായിരിക്കുന്നു. പാട്രിക്കിൻ്റെ വേർപാട് എന്നെ സംബന്ധിച്ച്, ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ വേദനയായിരിക്കുന്നു. മാതാപിതാക്കളെ സംബന്ധിച്ച ദുഃഖത്തിൻ്റെ അനുഭവമാണ് തീർച്ചയായിട്ടും. അവിടെ മാനുഷികമായ വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് ആശ്വാസം ലഭിക്കില്ല എന്ന് എനിക്കറിയാം. ദൈവം തമ്പുരാൻ ഈ ലോകം കൊടുക്കാത്ത നിത്യമായ സമാധാനം, ആശ്വാസവും മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും നൽകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്. പ്രിയപ്പെട്ട പാട്രിക് കടന്നുപോയെങ്കിലും പാട്രിക്കിൻ്റെ നല്ല ഓർമ്മകൾ, നല്ല മാതൃകകൾ തീർച്ചയായിട്ടും അവിടുത്തെ യൂത്ത് മെമ്പേഴ്സിന്, സൺഡേ സ്കൂൾ മെമ്പേഴ്സിന്, കുഞ്ഞുങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് എന്നും അതൊരു നല്ല ഓർമ്മയായിരിക്കും.
നമ്മുടെ നോർത്ത് അമേരിക്ക ഭദ്രാസനമായി ചെയ്യുന്നതായ പല മിഷൻ പ്രവർത്തനങ്ങളിലും പാട്രിക് സജീവമായി നേതൃത്വം നൽകിയിരുന്നു. ഒക്ലഹോമ പ്രദേശത്ത് നമ്മുടെ നോർത്ത് അമേരിക്ക ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നേറ്റീവ് അമേരിക്കൻ ആളുകൾക്ക് വേണ്ടി അവിടുത്തെ സ്വദേശീയരായ അമേരിക്കക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വേലയുണ്ട്. അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാ വർഷവും പാർട്ടിയുടെ നേതൃത്വത്തിൽ കുറച്ച് ഞങ്ങളുടെ യൂത്ത് മെമ്പേഴ്സ് പോകാറുണ്ട്. ഈ വർഷവും അവിടെ പോയി അവർക്ക് വീഡിയോസ് ഒക്കെ നടത്തി നേതൃത്വം കൊടുത്ത് അതിനിടയ്ക്കാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും പാർട്ടിയുടെ വേർപാട് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു അനുഭവമായിട്ടാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എനിക്കറിയാൻ വയ്യ. ദൈവം തൻ്റെ സ്വർഗീയ ഭവനത്തിൽ മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുവാൻ തൻ്റെ തോട്ടത്തിൽ നിന്ന് മനോഹരമായ പൂക്കൾ ഒരുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവം നേരത്തെ വിളിച്ച് തൻ്റെ ഭവനത്തിൽ അലങ്കരിക്കുവാൻ, തൻ്റെ ഭവനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദൈവദൂതന്മാരോട് ചേർന്ന് പാട്ടുപാടുവാൻ ദൈവം നേരത്തെ വിളിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും യോബ് പറഞ്ഞ പോലെ യഹോവ താങ്ങും, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയാനില്ലാതെ ഒന്നും നമുക്ക് സാധിക്കില്ലത്. നമ്മുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതമാണല്ലോ നടക്കുന്നത്. ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക്, തീവ്രവർക്ക് സംവിധാന കുടുംബം, അതുപോലെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവം നമ്മുടെ ആശ്വാസവും സമാധാനം നൽകട്ടെ. പ്രത്യേകിച്ചും ഡാളസ് ഇടവകയെ സംബന്ധിച്ച് എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അത്രമാത്രം അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് ഇത് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇത് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. വളരെ വേദനയും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസവും സമാധാനവും ദൈവം എല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും അനുശോചനം അറിയിച്ചുകൊണ്ട് ജീവിതത്തെയും മരണത്തിൻ്റെ മേൽ
അതിനുശേഷം നിങ്ങളെ നിങ്ങളുടെ സൗഭാഗ്യത്തിലേക്ക് വിജയിച്ചെടുക്കുന്നതുമാവുന്നു. കർത്താവേ, നിനക്ക് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ ജീവിതമില്ല, നിനക്കായി മരിക്കുന്നതിനേക്കാൾ വലിയ മരണവുമില്ല. ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നു എന്നുള്ള നിശ്ചയം നിങ്ങൾക്ക് തരേണ്ടമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഈ ലോക ജീവിതം വിട്ട് നിന്റെ സന്നിധിയിലേക്ക് നീ വിളിച്ചു ചേർക്കുക. നിന്റെ മകൻ പേട്രിക്കിന്റെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവൻ ജീവിച്ചപ്പോൾ നിനക്കായി ജീവിച്ചു, മരിച്ചപ്പോൾ നിനക്കായി മരിച്ചു. അവനൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ കൃപയുടെ സാന്നിധ്യത്തിൽ, കൃത്യമായ സൗഭാഗ്യത്തിൽ നീ അവരെ ചേർത്തിരിക്കാവുന്നു എന്നുള്ള വലിയ പ്രത്യാശ ജീവിതമാകുന്നു. നിന്നെ വിശ്വസിക്കുന്ന വെച്ചാൽ ജീവിക്കും എന്ന് നീ നമുക്ക് ഉറപ്പുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ജീവനുണ്ട്, വിഷമങ്ങളുണ്ട്. എന്ന് പറയുവാനുള്ള ധൈര്യം ഞാൻ തരുന്നു. വളരെ കടത്തിലുള്ള അവിചാരിതമായ കാരണമാണ്. അതിവേദനപ്പെടുന്ന മാതാപിതാക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും എല്ലാം ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സകലബുദ്ധിയെയും കഴിയുന്ന നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ പ്രത്യാശ ഞങ്ങളിൽ നീ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. Are you speaking?